നമസ്കാരം. എൻ്റെ കമ്പി ചാനൽ, അതായത് ഈ പറയാൻ പോണതിൻ്റെ പൂർണ്ണ രൂപം കാണണമെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ മറ്റേ എനിക്ക് വേറൊരു ചാനലുണ്ട്, ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടും. അതുമേ തൊട്ടാൽ നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടും. അതിലാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം ഉള്ളത്. ഈ അമ്മായച്ഛനും മരുമകളും തമ്മിലുള്ള പരിപാടിയാണ്. അതായത് നടന്ന സംഭവമാണ്. ഞാൻ രസകരമായിട്ട് വിവരിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ ചാനലിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത് നടന്നൊരു സംഭവമായപ്പോൾ അതിൻ്റെ പുതുമ നഷ്ടപ്പെടാത്തതുകൊണ്ടൊന്ന് പറയാൻ തോന്നി. അപ്പോൾ മറ്റേ ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. അതുമേ തൊട്ടാൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ പ്രവേശിക്കാൻ കാണാൻ പറ്റും. മിക്കവർക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അതൊക്കെ. ഇത് അമ്മായച്ഛനും മരുമകളുമായിട്ടുള്ള കളിയാണ്. ഇത് കേരളത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന സംഭവം തന്നെ. ഭർത്താക്കന്മാർ നാട്ടിലില്ല, അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കൊണ്ട് പരിപാടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെയൊക്കെ കേസുകളുള്ള സമയത്ത് സേഫായിട്ടൊക്കെ, അതായത് പെണ്ണുങ്ങൾക്ക് കളി ശരിക്ക് കിട്ടാണ്ട് നിൽക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അങ്ങനത്തെ സ്ത്രീകൾ സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ ഒരു മനുഷ്യനും അറിയില്ല, ഒരു പേടിക്കണ്ടെന്ന ഒരു ഉറപ്പ് അവരുടെ മനസ്സിൽ തോന്നിയ 90% പെണ്ണുങ്ങളും മറ്റൊരാൾക്ക് കാലകത്തി കിടന്നു കൊടുക്കും. എനിക്കനുഭവം, എല്ലാവരും ഞാൻ പറയില്ല, 90%. കാരണം അവർ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ ചോരയും നീരും വികാരങ്ങളൊക്കെ ഉള്ള. ഇപ്പോൾ ഒരു പെണ്ണിനെ നമ്മൾ ആണ് കയറി കളിച്ച് അവൾക്കൊന്നും ആയില്ല, ഇവൻ്റെ സുക്കളൊക്കെ കയ്യിലടിച്ച് കഴിച്ച് അവൻ പോയി കഴുകി അവൻ കിടന്നുറങ്ങി. ഈ പെണ്ണ് അതൊന്ന് കഴുകുക എന്നാക്കണമെങ്കിൽ എത്ര നേരം ഉണ്ടാവും? അതുകൊണ്ട് എന്താ ഒരു സുഖവും കിട്ടിയില്ല. അങ്ങനെ ഈ പകുതി വഴിയിൽ ഈ പരിപാടി സ്റ്റോപ്പായ പെണ്ണുങ്ങൾക്ക് ഭയങ്കര പൊറുതികേടാണ്, ഒരു ഇറിറ്റേഷനാണ്. അവർക്ക് ചില പെണ്ണുങ്ങൾ കുളിമുറി കയറിയൊക്കെ സ്വയംഭോഗം ചെയ്യും, ചില പെണ്ണുങ്ങൾക്ക് അതിന് കഴിയില്ല. അങ്ങനത്തെ സ്ത്രീകൾ ചില സാഹചര്യത്തിൽ പെട്ടാൽ കിടന്നു കൊടുക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ ആ ഒരു സംഭവമാണ് ഞാൻ മറ്റേ ചാനലിൽ പറയണത്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കംപ്ലൈൻ്റൊക്കെ കയറി വന്നുകൊണ്ടാണ് ഇതിലൊന്നും പറയാൻ പാടില്ല. യൂട്യൂബറിനെ എന്നെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുക. അപ്പോൾ അതുകൊണ്ട് കേൾക്കാൻ താല്പര്യമുള്ളവർ ആ ചാനൽ ഓപ്പൺ ചെയ്താൽ അതിൽ കാണാൻ പറ്റും. നടന്ന സംഭവമാകുമ്പോൾ അതിനൊരു റിയാലിറ്റി ഉണ്ടാവും. കഥകളൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഒരു ഇതുണ്ട്. ഇത് കഥയല്ല, നടന്ന സംഭവം. ആ കഥാപാത്രങ്ങളൊക്കെ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. എവിടെയാണെന്ന് പറയില്ല, പറയുമ്പോൾ പിന്നെ അത് പ്രശ്നമാവും. അപ്പോൾ അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. ലൈഫ് ഒന്നേ ഉള്ളൂ, എൻജോയ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. നമസ്കാരം.